പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ കരുവാരകുണ്ട് വീണ്ടും ഉത്സവ നാളിലേക്ക് പോവുകയാണ്. കരുവാരകുണ്ട് ഈ 24-ാം തീയതി ഉത്സവം കരുവാരകുണ്ട് ഫെസ്റ്റ് നടക്കുകയാണ്. അതിന്റെ വാർത്താ സമ്മേളനം കരുവാരകുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പ്രതിനിധികള്, സംഘടനകള്, സ്കൂളിന്റെ ആളുകളൊക്കെ പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം അടിപൊളി പ്രോഗ്രാമായിട്ട് നമ്മുടെ ഒരു ഫെസ്റ്റ് നടന്നു. അപ്പൊ അതിന്റെ ഒരു വാർത്താ സമ്മേളനം പഞ്ചായത്തിൽ വെച്ച് നടക്കുക. ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി. എന്തായാലും നമുക്ക് ആ വാർത്താ വിവരങ്ങളിലേക്ക്. നമ്മുടെ കരുവാരക്കുണ്ട് ഫെസ്റ്റ് ജനുവരി 24-ാം തീയതി ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 16-ാം തീയതി വരെ 20 ദിവസക്കാലമായിട്ടാണ് ഫെസ്റ്റ് നടത്തുന്നത്. ഫെസ്റ്റ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ബഡ് സ്കൂളിന് സ്ഥലമെടുപ്പില് കുറച്ച് ബാധ്യതകൾ ഗ്രാമപഞ്ചായത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അത് തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. കരുവാരക്കുണ്ടിന്റെ ഒരു മഹോത്സവമാക്കി മാറ്റുന്നതിനാണ് എല്ലാവരുടെയും താല്പര്യം. അതുകൊണ്ട് 3 സ്റ്റേജ് ഷോകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, മെഗാ ഷോകൾ ആയിട്ട് തന്നെ. അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ചെറിയ ഷോകളും 4-5 ദിവസങ്ങളിലായിട്ടുണ്ടാകും. മെഗാ ഷോകൾ നടത്തുമ്പോൾ ചെറിയ ടിക്കറ്റിന്റെ ഇതിലാണ് നടത്തുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ആ പരിപാടിക്ക് ചെലവാകുന്നതിന്റെ ബാക്കി എത്ര പൈസ ഉണ്ടോ അത് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടാണ് ഉദ്ദേശിക്കാനായിട്ട് തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ഒരു ബിഗ് ക്യാമ്പയിൻ ആയിട്ടല്ല നടത്തുന്നത്. നമ്മൾ ഏതായാലും പരിപാടി തുടങ്ങി വെച്ചു. കരുവാരക്കുണ്ടിന്റെ ഉത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പേരിട്ടുകൊണ്ട് രണ്ടാമത്തെ ഫെസ്റ്റാണ് നമ്മൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വലിയൊരു ലക്ഷ്യത്തോടു കൂടി പരിപാടി ആരംഭിച്ചു. അത് നമ്മൾ ഉദ്ദേശിച്ചിലേറെ വൻ വിജയമാവുകയും ചെയ്തു. രണ്ടാമത്തെ അന്ന് തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഈ വരും വർഷങ്ങളിൽ ഏത് ഭരണസമിതി വരികയാണെങ്കിലും ഓരോ വർഷവും കരുവാരക്കുണ്ട് മഹോത്സവം എന്ന പേരിൽ തന്നെ ഒരു പരിപാടി, അതാത് വർഷങ്ങളിൽ വരുന്ന എന്ത് പ്രശ്നമാണോ കാര്യമായി ജനകീയമായി നേരിടേണ്ടത്, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പിലുള്ളത് ബഡ്സ് സ്കൂളിലെ ചെറിയ ബാധ്യത തീർക്കുകയും ഒപ്പം ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലേക്ക് ആ ഫണ്ട് വെക്കുകയും ചെയ്യുകയാണ് ഉദ്ദേശം. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ പോലെ വലിയ പ്രോഗ്രാമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും 2-3 മെഗാ പ്രോഗ്രാമുകളും എല്ലാ സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും, ആശാ വർക്കർമാരെയും, തൊഴിലുറപ്പ് തൊഴിലാളികളെയും, ബാലവാടി അംഗനവാടി ടീച്ചേഴ്സിനെയും, ഇങ്ങനെ കുടുംബശ്രീ, ഇതുപോലെ എല്ലാ വിഭാഗക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് അവരുടേതായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ കരുവാരക്കുണ്ട് ഒരു മഹോത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ്. കരുവാരക്കുണ്ട് ഫെസ്റ്റ് ഒരു 10-20 ദിവസങ്ങളിലായി കരുവാരക്കുണ്ടിന്റെ മഹോത്സവമായി മാറും എന്നെല്ലാവരും സൂചിപ്പിച്ചു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഫെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ ഫെസ്റ്റ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ആ ഒരു സിനിമയിലൂടെ മനുഷ്യർ മുഴുവൻ കണ്ട ഒരു ഗുണ കേവ് ഉൾപ്പെടെ ഇപ്രാവശ്യത്തെ ഫെസ്റ്റിൽ ഒരു വ്യത്യസ്തമായി പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ഫെസ്റ്റില്. ആ ഫെസ്റ്റ് തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കാണാൻ എത്തിച്ചേരും എന്നുള്ള വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. അതോടൊപ്പം കരുവാരക്കുണ്ടിന്റെ മഹോത്സവം എന്നുള്ള രൂപത്തിൽ നമ്മൾ മുൻപ് പ്ലാൻ ചെയ്ത ഫെസ്റ്റ് സീസൺ 2-ൽ നമ്മൾ 10-12 ദിവസക്കാലം കരുവാരക്കുണ്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അവരുടെ സാംസ്കാരിക മഹോത്സവമായി ഒത്തുചേരുന്നതിനുള്ള ഒരു വേദിയാക്കി ആ ഫെസ്റ്റിന് പുറത്തുള്ള പ്രത്യേകം സജ്ജമാക്കുന്ന ഓഡിറ്റോറിയത്തിൽ 10-12 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി ഉണ്ടാവും. ആ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മെഗാ ഷോകൾ നമ്മൾ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ സ്പോൺസർമാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പിന്തുണ ആർജിച്ചുകൊണ്ട് അതിൽ നിന്ന് വലിയ ഒരു തുക നമുക്ക് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി അതാത് കാലങ്ങളിൽ വരുന്ന നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏതാണോ അത് ഏറ്റെടുക്കാൻ വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഫെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം നമ്മുടെ നാനാ മേഖലയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ കുടുംബശ്രീ സമൂഹം ഒന്നിക്കുന്ന, അതുപോലെ ആശാവർക്കർമാർ, അംഗനവാടികൾ അവരുടെ തനത് കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന എല്ലാ അർത്ഥത്തിലും കരുവാരക്കുണ്ടിന്റെ ഒരു സാംസ്കാരിക മഹോത്സവമായി നമ്മുടെ ഈ ഫെസ്റ്റ് മാറും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മഹോത്സവം 24-ാം തീയതി ആരംഭിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 1 മുതൽ സ്റ്റേജ് പ്രോഗ്രാം ഫെബ്രുവരി 15 വരെ നടക്കുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
കരുവാരകുണ്ടിന്റെ മുഴുവൻ സ്ത്രീകളുടെയും പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്തുക എന്നതാണ്. അതായത് MGNREGS വഴിയുടെ കുടുംബശ്രീ വഴിയാണ്, ഹരിതകർമ്മസേന വഴിയാണ്, അങ്ങനെ അംഗനവാടി ടീച്ചർമാരുടേതാണ്, മുഴുവൻ കുടുംബിനെ ആശാ വർക്കർമാര്, അത്തരം ആളുകളെ സമൂഹത്തിന്റെ മുൻപന്തിയിലെത്തിക്കുകയും അവരുടെ കലാപരിപാടികൾ അതിനൊരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുകയും അവരത് നല്ല രീതിയിൽ, ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത കുടുംബിനികൾ, അവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സമൂഹത്തിന്റെ പല കാര്യങ്ങളും ഇടപെടാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള പൊതുസമൂഹത്തിനോട് ഇടപെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിനായിട്ടുള്ള കാര്യം. ഇത് തുടർന്നും ഇവിടെ നേരത്തെ രതിപ്പൊക്കെ പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തുടർന്നും ഭരണസമിതി ഇവിടെ കാലാവധി കഴിയുമ്പോൾ പുതിയ ഭരണസമിതി സ്വാഭാവികമായിട്ടും വരും. ഏത് ഭരണസമിതി വന്നു കഴിഞ്ഞാലും നിലമ്പൂർ പാട്ടുത്സവം പോലെ ഭാവിയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത പഞ്ചായത്തുകളുടെയൊക്കെ ആളുകളൊക്കെ വളരെ വിപുലമായ ഒരു ഫെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കരുവാരകുണ്ടുകാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ഈ പരിപാടി വമ്പിച്ച വിജയമാവും. ഇവിടെ ഉമ്മറൊക്കെ സൂചിപ്പിച്ചതുപോലെ കേവലം നമുക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും എടുത്ത് വിനിയോഗിക്കുന്നതിനപ്പുറത്ത് ജീവകാരുണ്യ മേഖലകളിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായി സ്വന്തമായി ഫണ്ട് കണ്ടെത്തുക എന്നതുകൂടി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. ഒന്ന്, പ്രാദേശികമായിട്ടുള്ള പ്രോഗ്രാമുകൾക്കാണ് ഇപ്രാവശ്യം ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കുടുംബശ്രീ, അതുപോലെ തന്നെ തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, അംഗൻവാടി ആശാ വർക്കർമാർ, ഇവരുടെ 4 മേഖലയിൽ വരുന്ന പ്രോഗ്രാമുകൾ 4 ദിവസങ്ങളായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു മാപ്പിളപ്പാട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു റിയാലിറ്റി ഷോ മാതൃകയുള്ള ഒരു പ്രോഗ്രാം നടക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക കലകൾ, കരുവാരകുണ്ടിന്റെ പ്രാദേശിക കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു പൈതൃകോത്സവം നടക്കും. അതുപോലെ തന്നെ പ്രവാസികളുടെ ഒരു ദിവസത്തെ പ്രോഗ്രാം പ്രവാസി സംഗമവും കലാപരിപാടികളുമാണ്. തുടർന്ന് ഒരു നാടകം നടത്തുന്നതിനെ കുറിച്ച്, പ്രാദേശിക കലാകാരന്മാരുടെ നാടകം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ 8 ദിവസങ്ങളുടെ പ്രോഗ്രാം കരുവാരകുണ്ടിന്റെ തനത് കലകളും കരുവാരകുണ്ടിലെ കലാകാരന്മാരും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പൊ തന്നെ ഒരു നൃത്തസന്ധ്യ, ഒരു നൃത്തകലാലയം നേതൃത്വം കൊടുക്കുന്ന ഒരു നൃത്തസന്ധ്യ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള ഒരു 3 മെഗാ സ്റ്റേജ് ഷോ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് ഫൈനൽ ആയിട്ടില്ല. 2 ദിവസം കൊണ്ടത് ടീമുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ റെമ്യൂണറേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞാൽ അതിലും ഒരു അന്തിമ ചിത്രം വരും. അതിൽ ഒന്ന് വരുന്നതൊരു ഇശൽ സന്ധ്യ എന്ന രൂപത്തിലേക്കുള്ള ഒരു ഗാനമേളക്ക് പ്രാധാന്യം വരുന്ന രൂപത്തിൽ ഇശൽ സന്ധ്യ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവാക്കളെ കൂടുതൽ ഈ പരിപാടിയുമായി അടുപ്പിക്കുന്ന തരത്തിലേക്ക്